सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशर्षिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। हरिः ओम्। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओम्। श्रीगुरुभ्यो नमः। हरिः ओम्. എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം. ഓം നമോ നാരായണ. അധ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യകോപനിഷത്ത് മധുകാണ്ഡ. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, യാജ്ഞവൽക്യ മഹർഷിയോട് എല്ലാവരും അനുവാദം ചോദിക്കുക ഇത് പഠിക്കാൻ സാധിക്കണേ എന്നുള്ളത്. കാരണം അദ്ദേഹം ഒരുപാട് ഉപാസനകൾ പറഞ്ഞു തന്നു. നമ്മളാൽ കഴിയും വിധം ഉപാസനകൾ അനുഷ്ഠിച്ചു കൊള്ളാമെന്ന് വാക്ക് കൊടുത്തുകൊണ്ട് വേണം അനുവാദം ചോദിക്കാൻ. എങ്കിലേ ഇത് മനസ്സിലാവുകയുള്ളൂ. മറ്റു ഉപനിഷത്തുക്കൾ പോലെയല്ല, കുറച്ച് പ്രയാസകരമാണ്. ഭയപ്പെടുത്തുകയല്ല, പ്രയാസമെന്ന് പറഞ്ഞ് എങ്കിലും മറ്റുള്ളതുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ദൈർഘ്യം കൂടുതലാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധ വേണം, ക്ഷമ വേണം, പിന്നെ എന്താ പറയുക, മനസ്സ് ഉൾക്കൊള്ളുവാനുള്ള അധികാരവും വേണം. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യഃ. നമ്മൾ പ്രഥമ അധ്യായത്തിൽ പ്രഥമ കാണ്ഡത്തിൽ ഞാൻ ഷഷ്ടബ്രാഹ്മണം പറഞ്ഞില്ലാന്ന് ഒന്ന് രണ്ട് പേര് ഇന്നലെ പറഞ്ഞ്, എനിക്ക് ഓർമ്മയില്ല. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏവരും ക്ഷമിക്കുക. പ്രഥമോധ്യായം ഒന്നെടുക്കുക എല്ലാവരും. പ്രഥമോധ്യായം ഷഷ്ടബ്രാഹ്മണം നമ്മൾ ഉക്തബ്രാഹ്മണം എന്ന് പറഞ്ഞു. ഉക്തം എന്ന വാക്കിൻ്റെ അർത്ഥം പറയാം. വിട്ടുപോയോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആരൊക്കെയോ എഴുതിയില്ലെന്ന് പറഞ്ഞ് എഴുതിക്കോളൂ. ഉക്തം എന്ന വാക്കിൻ്റെ അർത്ഥം ബ്രഹ്മ അടിസ്ഥാനം എന്നാണ്. അല്ലെ, അടിസ്ഥാനം, കാരണഭൂതൻ ഇത്യാദി അർത്ഥങ്ങളാണ് ഉക്തം എന്ന വാക്കിന് ഇവിടെ അർത്ഥം. ഉപാദാന കാരണം, ജഗത് കാരണം ഇത്യാദി അർത്ഥങ്ങൾ.
അല്ലെ ബ്രഹ്മൻ്റെ പര്യായം എന്നും എടുക്കാം, അല്ലെ അടിസ്ഥാനം, എല്ലാറ്റിനും അടിസ്ഥാനമായിരിക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപൻ ഇത്യാദി അർത്ഥങ്ങളൊക്കെ ഉക്തം എന്ന വാക്കിന്. എവരും ക്ഷമിക്കുക, ഞാൻ പറയാൻ വിട്ടുപോയതാണെന്ന് തോന്നുന്നു. ഉക്തം എന്ന വാക്കിന് ഇതാണ് അർത്ഥം. ഉക്ത ബ്രാഹ്മണത്തിൽ 3 മന്ത്രങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ 3 മന്ത്രങ്ങളുടെയും സാരം ജഗത് മിഥ്യാത്വ വർണ്ണനയാണെന്നും പറഞ്ഞു. അതായത് 3 മന്ത്രങ്ങളിലും യാജ്ഞവൽക്യ മഹർഷി ഉദ്ദേശിക്കുന്ന എന്തെന്ന് വെച്ചാൽ 5 ബ്രാഹ്മണങ്ങളിൽ പറഞ്ഞ ഉപാസനകൾ. ഒന്നുകൂടെ പറയാം: അശ്വബ്രാഹ്മണം, അഗ്നിബ്രാഹ്മണം, ഉദ്ഗീത ബ്രാഹ്മണം, പുരുഷവിധ ബ്രാഹ്മണം, പിന്നെ സപ്താന്ന ബ്രാഹ്മണം. അങ്ങനെ 5 ബ്രാഹ്മണങ്ങളിൽ പറഞ്ഞ ഉപാസനകൾ ആരാണോ നിഷ്ഠയോടുകൂടി ചെയ്യുന്നത് അവർ 6ാം ബ്രാഹ്മണത്തിലെത്തുമ്പോൾ അവർ എന്താണ് ഉക്തബ്രാഹ്മണത്തിലേക്ക് എത്തും. അവിടെ എന്താ പറയുന്നത്? നിങ്ങൾ ജഗത് മിഥ്യാത്വമാണ് ഇനിയും ഈ ഉപാസനയിലൂടെ ചിത്തശുദ്ധി നേടി ഇനിയും ഞാൻ നിങ്ങൾക്ക് ഉപദേശിക്കാൻ പോകുന്നത്. അതായത് ഉക്തനായ ബ്രഹ്മനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതാണ് അത്. 6ാമത്തെ ബ്രാഹ്മണം എന്ന് പറഞ്ഞാൽ 2ാമത്തെ അധ്യായത്തിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ്, ഒരു എൻട്രിയാണ്. അല്ലേ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പ്രഥമോധ്യായം 6ാം ബ്രാഹ്മണം എന്ന് പറയുന്നത് ദ്വിതീയ അധ്യായത്തിലേക്കുള്ള ഒരു ആമുഖമാണ്. അതായത് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. എന്താണ്? ജഗത്തിനോട് കൂടുതൽ താതാത്മ്യമരുതേ, അത് ഏത് നിമിഷവും നശിക്കുന്നതാണ്. അതുകൊണ്ട് താതാത്മ്യം ആരോടായിരിക്കണം? ഉക്തനോട്. ഉക്തൻ ആരാണ്? പരമാത്മ, ഈശ്വരനോടായിരിക്കണം. അതാണ് 3 മന്ത്രങ്ങളിലായി സാരമായി യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ ആമുഖത്തിലേക്ക് പ്രവേശിക്കാം. കാരണം ദ്വിതീയോധ്യായം തുടങ്ങുകയാണ്. അവിടെ നിന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് വിസ്തരിച്ച് തന്നെ പറയാം, ആഖ്യായികളിലൂടെ ഞാൻ വിസ്തരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദ്വിതീയോധ്യായം ആരംഭിക്കുകയാണ്. അല്ലേ, അങ്ങനെ നമ്മൾ ദ്വിതീയോധ്യായത്തിലേക്ക് പ്രവേശിച്ചു. അഥ ശുക്ലയജുർവേദീയ കാൺവശാഹ ബൃഹദാരണ്യ ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയോധ്യായം. അല്ലേ, അതിൽ 6 ബ്രാഹ്മണങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ജസ്റ്റ് ഒന്ന് പേരൊരിക്കൽ കൂടി പറയാം. അജാതശത്രു ബ്രാഹ്മണം, ശിശുബ്രാഹ്മണം, മൂർത്താമൂർത്ത ബ്രാഹ്മണം, മൈത്രേയീ ബ്രാഹ്മണം, മധുബ്രാഹ്മണം, വംശബ്രാഹ്മണം. ഇങ്ങനെയാണ് 6 ബ്രാഹ്മണങ്ങളായി അല്ലെങ്കിൽ 6 സെക്ഷനായി 2nd ചാപ്റ്ററിനെ യാജ്ഞവൽക്യ മഹർഷി വിഭജിച്ചിരിക്കുന്നത്. അധ ദ്വിതീയോധ്യായ പ്രഥമ ബ്രാഹ്മണ അജാതശത്രു ബ്രാഹ്മണം. പ്രഥമ മന്ത്രം നമ്മൾ കണ്ടു, ആഖ്യായിക ആരംഭമാണെന്ന്. ഒരു കഥ തുടങ്ങുകയാണ്. അതിൽ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തി അവർ തമ്മിലുള്ള സംവാദം പറയുകയാണ് 1ാമത്തെ മന്ത്രം. അതിനുശേഷം 2 മുതൽ 13 വരെയുള്ള മന്ത്രം സഗുണ ബ്രഹ്മ ഉപാസന. ഇതിന് ടെക്നിക്കലായിട്ടൊരു വേർഡ് പറയും, അധ്യാരോപ പ്രകരണം എന്ന് പറയും. നമ്മൾ ആദ്യം ഓരോ കാണ്ഡങ്ങൾ എഴുതിയില്ലേ, അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് എഴുതിയില്ലെങ്കിൽ ഇവിടെ എഴുതിയാൽ മതി. അധ്യാരോപ പ്രകരണം, അതായത് ആരോപിച്ചു കൊടുക്കുകയാണ് ഗുരു ശിഷ്യന്. നമുക്ക് ഒറ്റയടിക്ക് ജഗത്തിനെ ഒന്നും ഇല്ലാണ്ടാക്കാൻ പറ്റൂല. കാരണം നമ്മൾ ശ്വസിക്കുന്ന വായു, ജീവിക്കുന്ന ഭൂമി, വെള്ളം, ഇതെല്ലാം നമുക്ക് ഓരോ നിമിഷവും ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു നാൾ നശിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനോട് അറ്റാച്ച്മെൻറ്റ് പാടില്ലെന്ന് തുടക്കക്കാരായ ശിഷ്യരോട് പറഞ്ഞു കൊടുത്താൽ ശിഷ്യർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പം ഗുരുനാഥൻ എന്ത് ചെയ്യും? ഓരോന്നിലും ഈശ്വരനെ കാണും. ഈ ജഗത്ത് സത്യമാണെന്നാണല്ലോ ഇത്രയും നാളും നീ കേട്ടത്, കണ്ടത്, അനുഭവിക്കുന്നത്. ശരി, സമ്മതിച്ചു, സത്യമായി കണ്ടോളൂ. പക്ഷെ എങ്ങനെ സത്യമായി കാണണം? അതിലൊക്കെ ഈശ്വര ചൈതന്യം കണ്ട് അതിനെയൊക്കെ സത്യമായി കണ്ടോളൂ. പെട്ടെന്നൊരു ദിവസം നമ്മളോട് പറയാം ഇത് മിഥ്യയാണ്, ജഗത്ത് ഇല്ല നേതി എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. കാരണം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ജഗത്തിലാണ്, ക്ലാസ്സിലിരിക്കുമ്പോഴും ജഗത്തിലാണ് ജീവിക്കുന്നത്.
അങ്ങനെയുള്ള ശിഷ്യരോട് പറയാം. അതിനെയാണ് അധ്യാരോപം. അധിക ആരോപം, ഇല്ലാത്തത് അതിൽ ഗുരു ആരോപിച്ചു കൊടുക്കുകയാണ്. ഇന്ന ഉപാസനകൾ ചെയ്യൂ. ആ ഉപാസനകൾ ഇനിയും പറയും. സൂര്യനെ ഉപാസിക്കൂ, ചന്ദ്രനെ ഉപാസിക്കൂ, ഇത്യാദികൾ വരും. അപ്പം അതുകൊണ്ട് അതിന് ടെക്നിക്കലി അദ്വൈത വേദാന്ത പരിഭാഷാ ശബ്ദമാണിത് അധ്യാരോപ പ്രകരണമെന്ന്. വേണ്ടവർ മാത്രം അത് എഴുതിയാൽ മതി. അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ ഉപാസന തുടർന്നാൽ മതി. അധ്യാരോപത്തിൻ്റെ ഉദ്ദേശം ഉപാസനയിലൂടെ നമ്മളെ വളർത്തുക എന്നതാണ് ഗുരുവിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് സഗുണ ബ്രഹ്മ ഉപാസന എന്ന് എഴുതിയാലും മതി. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു വാക്കും കൂടെ വേണ്ടവർക്ക് വേണ്ടി പറയുകയാണ്. ഭാഷ്യത്തിൽ ഇതുകൂടെ ഉണ്ട് അല്ലേ? ഭാഷയാണല്ലോ നമ്മുടെ അടിസ്ഥാനം, നമ്മൾ റെഫർ ചെയ്യുന്ന ബുക്ക്. അതുകൊണ്ട് അതിലുള്ളത് കൊണ്ട് അതുകൂടെ പറയുന്നതേ ഉള്ളൂ. അടുത്തത് മന്ത്രം 14 മുതൽ 20 വരെ നിർഗുണ ബ്രഹ്മ ജ്ഞാനോപദേശമാണ്. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് അപവാദ പ്രകരണം. അപവാദ പ്രകരണം അതെന്താണ്? ശിഷ്യൻ പാകമാവുമ്പോൾ ജഗത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റ് കുറയുമ്പോൾ ആ ശിഷ്യനോട് പറയും, നീ എന്തിലൊക്കെ ഈശ്വരനെ കണ്ടോ അതൊക്കെ ശരി തന്നെ, പക്ഷേ അദ്ദേഹത്തിന് ഒരു നിമിഷം മതി ഇത് മഹാപ്രളയത്തിൽ ഇതിനെയൊക്കെ ഇല്ലാണ്ടാക്കാൻ. അതുകൊണ്ട് ഇതൊന്നും ശാശ്വതമല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനെയാണ് അപവദിക്കുക, ഇല്ലാണ്ടാക്കുക. നേതി ഇതൊന്നും ശാശ്വതമല്ല എന്ന് പറയുന്ന ആ ഭാഗത്തും. എവിടെ? 14 മുതൽ 20 വരെ. ഇതും ഞാൻ പറയുന്നു, വേണ്ടവർ മാത്രം എഴുതിയാൽ മതി. ഇത് ടെക്നിക്കലി ഒരു വാക്കാണിത് അല്ലേ? അപവാദ പ്രകരണം. പ്രകരണം എന്താണ്? ടോപ്പിക്ക്. 14 മുതൽ 20 വരെയുള്ള ടോപ്പിക്ക് ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് മന്ത്രം ചൊല്ലാം. ഒന്നാമത്തെ മന്ത്രം അധ ദ്വിതീയോധ്യായഃ പ്രഥമ ബ്രാഹ്മണഃ പ്രഥമ മന്ത്രം. ഓം ദൃപ്തബാലാകിഃ ഹാ അനൂചാനഃ ഗാർഗ്യ ആസ സഹോവാച അജാതശത്രും കാശ്യാം ബ്രഹ്മദേ ബ്രവാണി ഇതി. സഹോവാച അജാതശത്രുഃ സഹസ്രം ഏതസ്യാം വാജി ദത്മഃ ജനകോ ജനക ഇതി വൈ ജനാ ധാവന്തി ഇതി. ദ്വിതീയോധ്യായം അജാതശത്രു ബ്രാഹ്മണ ആരംഭം. നമ്മൾ പറഞ്ഞു 20 മന്ത്രങ്ങളുണ്ടെന്ന്. ഇതിൽ ഗുരുവാണ് അജാതശത്രു, ശിഷ്യനാണ് ബാലാകി അല്ലെങ്കിൽ ഗാർഹ്യൻ എന്നയാൾ അല്ലേ? നമ്മൾ കണ്ടു. ഇനി ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകുന്നില്ല. പക്ഷെ എല്ലാവരുടെയും മനസ്സിൽ ഈ ആഖ്യായിക ഉണ്ടായിരിക്കണം. പ്രധാന ആഖ്യായിക എന്താണ്? യാജ്ഞവൽക്യ മഹർഷിയാകുന്ന മഹാഗുരു ശിഷ്യരായ നമ്മളോട് ഉപദേശിക്കുന്ന അദ്ദേഹത്തിനാണ്. പിന്നെ അദ്ദേഹം എന്താണ്? നമ്മളോടൊരു കഥ പറഞ്ഞു തരികയാണ്. ആരുടെ? അജാതശത്രുവിൻ്റെയും ബാലാകിയുടെയും കഥ പറയുകയാണ്. ഇപ്പോൾ ഒരിടത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു അല്ലേ? വളരെ അഹങ്കാരിയായ ബാലാകി എന്നു പേരായ ഒരു ബാലൻ, അല്ലെങ്കിൽ ബാലാവസ്ഥ കഴിഞ്ഞ് കൗമാരം എത്തിയിട്ടുമില്ല. ആ ഒരു പ്രായം. ബുദ്ധി കൊണ്ട് ബാലൻ തന്നെ. ആ ഒരു അവസ്ഥയിലുള്ള ബാലാകി എന്നയാൾ അല്ലേ? ഇനി ബാലാകി എന്ന വാക്കിൻ്റെ അർത്ഥം വേണ്ടവർ അത് എഴുതിക്കോളൂ. ഇന്നലെ എല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുമെന്ന് വിചാരിച്ച് ഓരോന്നോരോന്നായിട്ട് പറയുകയാണ്. ബാലാകി എന്നതിൻ്റെ ബാലാകഃ പുത്രം യസ്യ സഹ ഇതി ബാലാകി. ബാലാകഃ പുത്രം യസ്യ സഹ ഇതി ബാലാകി. ബാലാകി എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മുടെയൊക്കെ വാക്കിന് ഓരോ അർത്ഥമുണ്ട്, പരിഭാഷയുണ്ട്, അത് നമുക്കറിയില്ലെന്ന്. അതായത് ബാലാകഃ എന്ന് വെച്ചാൽ ബാലാകൻ എന്നയാളുടെ പുത്രം യസ്യ സഹ, ബാലാകൻ എന്നയാളിൻ്റെ പുത്രനായി ജനിച്ചതാരോ യസ്യ സഹ, അവൻ്റെ പേരാകുന്നു ബാലാകി. അപ്പം ബാലാകിയുടെ അച്ഛൻ്റെ പേരെന്താ?
ബാലാകഹ, ബാലാകൻ അല്ലേ. മലയാളത്തിൽ പറഞ്ഞ ബാലാകൻ എന്നൊരാളുണ്ടായിരുന്നു ഒരു നാട്ടിൽ അല്ലേ. അദ്ദേഹത്തിൻ്റെ പുത്രനായി ആര് ജനിച്ചു? ബാലാകി. അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു പുത്രനുണ്ടായി. അപ്പോൾ അദ്ദേഹം എന്ത് പേരിട്ടു? ബാലാകി എന്ന് പേരിട്ടു. ബാലാകൻ്റെ പുത്രൻ ബാലാകി അല്ലേ. അതാണ്. പിന്നെ അദ്ദേഹത്തിന് എന്താണ് ഗോത്രനാമം? എന്താണ്? ഗർഗഗോത്ര ജാനാതി ഇത് ഗാർഗ്യൻ. ഗാർഗി എന്നും പറയും കേട്ടോ. പക്ഷെ അത് ഗാർഗ്യൻ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഗാർഗ്യൻ എന്ന പേരും അദ്ദേഹത്തിനുണ്ട് അല്ലേ. ആ ബാലാകി എന്ത് ചെയ്തു? ഗുരുകുലവാസമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. എങ്ങനെ പുറത്തിറങ്ങി? ഞാൻ വളരെ എല്ലാം പഠിച്ചു, എനിക്കെല്ലാം അറിയാം അല്ലേ. എല്ലാ സർവ്വവേദങ്ങളും അറിയാം, ഉപവേദങ്ങൾ അറിയാം, വേദാംഗങ്ങൾ അറിയാം. എവിടെ നിന്ന് വേണേലും ചോദ്യം ചോദിച്ചോളൂ, ഞാൻ പണ്ഡിതനായെന്നുള്ള ഭാവത്തോടു കൂടി. നമ്മൾ ഈ ഇങ്ങനത്തെ പേരുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഉദ്ദാലകോഹവൈ ആരുണിഹി. ആരുണി ആരായിരുന്നു? അരുണസ്യ പുത്രം യസ്യ സഹ ഇത് ആരുണി. നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ ഇവിടെ അല്ലേ, അരുണൻ്റെ പുത്രൻ ഉദ്ദാലകൻ, ആരുണി എന്നുള്ള പഠിച്ചത്. അതുപോലെ ഇവിടെ അല്ലേ ഒരുപാട് സ്ഥലത്തുണ്ട് രണ്ട് പേരുകൾ അല്ലേ. നമ്മൾ പഠിച്ച ഗോത്രനാമവും ഉണ്ടായിരിക്കും, പിന്നെ ഒരു പെറ്റ് നെയിമും ഉണ്ടായിരിക്കും അവർക്ക്. അത് അങ്ങനെ ഈ ബാലാകി എന്ത് ചെയ്തു? ഇനി എൻ്റെ കഴിവ് തെളിയിക്കണം എന്ന ഭാവത്തോടു കൂടി എവിടെ എത്തി? കാശ്യരാജ്യത്തെത്തി. കാശ്യ രാജാവ് ആരായിരുന്നു? അജാതശത്രു അല്ലേ. ഈ വാക്ക് ഓർക്കണം കേട്ടോ. ആരാണ് അജാതശത്രു? അത് നമ്മൾ കണ്ടാണ്. ന അന്തരഹ ന ബാഹ്യഹ ജാതഹ ശത്രുഹു ഇതി അജാതശത്രു അല്ലേ. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹം ആരായിരുന്നു? കാശ്യാംന്നേ ഉള്ളൂ, ദീർഘമുണ്ട് കേട്ടോ. കാശ്യാം അവിടെ നിങ്ങൾ എഴുതിക്കോളൂ. കാശ്യാം എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ രാജാ. കാശ്യാം എന്ന് എഴുതിയിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതണം രാജ. ഇനിയും ആ രാജ എന്നിടത്ത് ഈ വാക്ക് ഉപനിഷത്തിലില്ല. അതായത് യാജ്ഞവൽക്യ മഹർഷിയുടെ വാഗുണ്ട് ഈ മന്ത്രത്തിൽ രാജ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? രാജ എന്നുള്ള വാക്ക് ഇവിടെ ആഡ് ചെയ്യുക ചെയ്തു അല്ലേ. ഇതിന് ടെക്നിക്കലി ഒരു വാക്ക് പറയും വ്യാകരണത്തിൽ. അതും വേണ്ടവർ മാത്രം എഴുതുക. അതായത് ഒരു സെൻറ്റൻസ് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വാക്കുകൾ, പദങ്ങൾ ആഡ് ചെയ്യും, കൂട്ടിച്ചേർക്കും. അതിന് സംസ്കൃതത്തിൽ പറയുന്ന വാക്കാണ് അധ്യാഹാര പ്രക്രിയ. ഇതൊക്കെ വേണ്ടവർ മാത്രം എഴുതിയാൽ മതി കേട്ടോ. വളരെ സൂക്ഷ്മമായി പഠിക്കണം, ഗഹനമായി പഠിക്കണം എന്ന് ഒരു നിശ്ചയബുദ്ധിയുള്ളവർ. അല്ലാത്തൊരു കഥ കേട്ടാൽ മതി. കാരണം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഒരേപോലെയുള്ള അധികാരികളല്ല. ഇപ്പം ആദ്യമായിട്ട് ഉപനിഷത്ത് പഠിക്കുന്നവരുണ്ടാകും, അവർക്ക് വേണ്ടി അല്ല. ഒരുപാട് കേട്ടവർക്ക് ഇത് പ്രശ്നമില്ല അല്ലേ. ബൃഹദാരണ്യം എത്തിയപ്പോൾ നമ്മൾ PhD ലെവലായി. അപ്പം ആ PhD സ്റ്റുഡൻറ്റിനോട് ഇതൊക്കെ ആവശ്യമാണ് അവർക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു പോകുന്നത്. ഇനിയും പറയാൻ അവസരം കിട്ടിയില്ലെങ്കിലും അറിയില്ലല്ലോ, അതുകൊണ്ട് പറയാനുള്ളതൊക്കെ പറയുക. കേൾക്കുക, കേൾക്കുന്നത് പോലും സാധനയാണ്. അപ്പം എന്താണ് എഴുതേണ്ടത്? കാശ്യാം എന്ന വാക്കിൻ്റെ കൂടെ രാജ എന്ന് ചേർക്കുക. ഇങ്ങനെ രാജ എന്ന പദം നമ്മൾ അധ്യാഹാരം ചെയ്യുകയാണ്. അധിക ആഹാരം കൂട്ടിച്ചേർക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിനെ വിളിക്കുന്ന പേരാണ് അധ്യാഹാര പ്രക്രിയ. എന്താണ് പറയുന്നത്? അധ്യാഹാര പ്രക്രിയ. അതായത് ഒരു വാചകം ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആ വാചകത്തിൽ അനുയോജ്യമായ പദം കൂട്ടിച്ചേർക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് അധ്യാഹാര പ്രക്രിയ. അല്ലെ കൂട്ടിച്ചേർക്കുന്ന ആ പ്രക്രിയയ്ക്ക്, ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് അധ്യാഹാര പ്രക്രിയ. ഇവിടെ അപ്പം രാജ എന്ന പദം അധ്യാഹാരം ചെയ്തു, കൂട്ടിച്ചേർന്നു.
ഇനി അദ്യാഹാരം എന്നുള്ള വാക്ക് ആദ്യമായിട്ട് കേൾക്കുകയാണ്, വിട്ടേര് കൂട്ടിച്ചേർക്കുക. അപ്പം ഒരു ഉദാഹരണം പറയാം. ഗംഗായാം ഹോഷഹ എന്ന് പറയും. അപ്പം എന്നോട് ഒരാൾ ചോദിക്കുകയാണ് എവിടെയാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ പറയും ഗംഗായാം ഘോഷഹ, ഗംഗയിലാണ് താമസിക്കുന്നത്. അല്ല, അത് ഇൻകംപ്ലീറ്റ് ആണ്. അതിൻ്റെ അർത്ഥം എന്താ? ഗംഗായാം തീരേ. ഘോഷഹ എന്ന് വെച്ചാൽ താമസിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഗംഗയുടെ തീരത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എന്താണ്? തീരേ എന്നുള്ള വാക്ക് കൂട്ടിച്ചേർത്തു. ശ്രദ്ധിക്കണം കേട്ടോ. വേറൊരു ഉദാഹരണം പറയാം. ചുവപ്പ് ഓടുന്നു എന്ന് പറയുകയാണ്, നമ്മളോട് പറയുകയാണ്. ലാലാ രംഗ് ഗച്ഛതി, ചുവപ്പ് നിറം ഓടുന്നു എന്ന് വെച്ചാൽ, ലാല എന്ന് വെച്ചാൽ ചുവപ്പ് എന്ന് വെച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ വാക്കിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കണം. അല്ലെങ്കിൽ ചുവപ്പ് നിറമുള്ള അശ്വം, അല്ലെങ്കിൽ ചുവപ്പ് നിറമുള്ള കാറ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. എന്താണ്? ചുവപ്പ് വസ്ത്രം ഉടുത്ത ഒരാൾ ഓടുന്നു അല്ലേ? അപ്പം ഇങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസിൽ അനുയോജ്യമായ വാക്ക് കൂട്ടിച്ചേർക്കുന്നതിനെയാണ് അദ്യാഹാരം എന്ന് പറയുന്നത്. ഇനി മടങ്ങി വരാം. എനിക്ക് ടെൻഷനുണ്ട്. കാരണം അറിയില്ല എത്രമാത്രം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതെന്ന്. പക്ഷെ ശ്രമിക്കുക അല്ലേ? ആണ് ബ്രദാരണ്യം എന്ന് പറഞ്ഞാൽ സീരിയസ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ യാജ്ഞവൽക്യ മഹർഷിയോടും പ്രാർത്ഥിക്കുക, എനിക്ക് മനസ്സിലാക്കാനുള്ള അധികാരം തരണേ എന്ന് അല്ലേ. അപ്പം കാശ്യ എന്നേ പറഞ്ഞോളൂ. അപ്പം എന്താണ്? കാശ്യാം രാജ ബ്രഹ്മദേ ബ്രവാണീതി. അങ്ങനെ അപ്പോൾ കാശി രാജ്യത്ത് വന്ന് അജാതശത്രുവിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞു? ആര് പറഞ്ഞു? ഗാർഗ്യൻ, ബാലാഗി എന്താ പറയുന്നത്? ഞാൻ അങ്ങേക്ക് ബ്രഹ്മോപദേശം നൽകാം. അപ്പം പിന്നെ എന്താണ്? സഹോവാച അജാതശത്രു. ഈ വിധം ബാലാഗിയിൽ നിന്നും എന്താ പറയുക, ബാലാഗി പറഞ്ഞു ഗർവത്തോടു കൂടി ഞാൻ പറഞ്ഞു തരാമെന്ന് കേട്ടതിന് ശേഷം അജാതശത്രു പറയുകയാണ്. ഇനി അടുത്ത വാക്ക് ശ്രദ്ധിക്കണേ. സഹസ്രം ഏതസ്യാം വാജി ദത്മഹ. സഹസ്രം എന്ന് വെച്ച്, സഹസ്രം എന്നേ ഉള്ളൂ, 1000. ഇവിടെ എന്തായിരം കൊടുക്കുമെന്ന് യാജ്ഞവൽക്യ മഹർഷി മന്ത്രത്തിൽ പറഞ്ഞേയില്ല. അപ്പം അവിടെയും നമ്മൾ അദ്യാഹാരം നടത്തണം. ഇല്ലാത്ത വാക്കിനെ, ആ വാചകം പൂർണ്ണമാക്കാൻ വേണ്ടി ആ വാചകത്തിന് അനുയോജ്യമായ ഇല്ലാത്ത പദത്തെ കൂട്ടിച്ചേർക്കണം. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കണേ. ആ വാചകം അപൂർണമാണ്. അതുകൊണ്ട് ആ വാചകത്തെ പൂർണ്ണമാക്കാൻ വേണ്ടി അനുയോജ്യമായ പദം കൂട്ടിച്ചേർക്കണം അവിടെ. അപ്പോൾ ഇവിടെ ഏത് പദമായിരിക്കും? ഒന്നുകിൽ പശുഹു അല്ലെങ്കിൽ ഗോ എന്നും പറയാം. രണ്ടും പര്യായമാണ്. സഹസ്രം പശുഹു ഏതാസ്യാം വാജി ദത്മഹ. ഞാൻ 1000 പശുക്കളെ അല്ലേ? പശു എന്നുള്ള വാക്കില്ലല്ലോ മന്ത്രത്തിൽ. അപ്പോൾ പശു എന്നുള്ളത് എന്ത് ചെയ്യണം? അദ്യാഹാരം ചെയ്യണം. ആ വാചകം എന്ന് വെച്ചാൽ എന്താ? സെൻറ്റൻസ് അല്ലേ? ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പം സഹസ്രം എന്നതിൻ്റെ അവിടെ ബ്രാക്കറ്റിൽ പശുഹു എന്നെഴുതുക. പശു എന്ന് എഴുതിയിട്ട് വിസർഗം ഇടുക. പശുഹു ഏതാസ്യ വാജി ദത്മഹ. അതിനെ എന്താ വിളിക്കുന്നത്? അദ്യാഹാര പ്രക്രിയ. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലേ? ശ്രദ്ധിക്കുക. സഹസ്രം എന്ന വാക്ക് ഇൻകംപ്ലീറ്റ് ആണ്. ഞാൻ 1000 നൽകാം. എന്തായിരം? അപ്പം അജാതശത്രു എന്ന രാജാവ് ബാലാഗിയോട് പറയുന്നത് 1000 പശുക്കളെ നൽകാമെന്നാണ്. അപ്പോൾ പശു എന്നുള്ള വാക്ക് കൂട്ടിച്ചേർക്കുക. സഹസ്രം ഏതസ്യാം വാജി ദത്മഹ. അങ്ങ് പറഞ്ഞല്ലോ എനിക്ക് ബ്രഹ്മോപദേശം. ഇതുവരെ എൻ്റെ അടുത്ത്, ഈ കാശി രാജ്യം വരെ എത്തി രാജാവായ എൻ്റെ അടുത്ത് ആരും എൻ്റെ രാജ്യസഭയിൽ വന്നിട്ട് ബ്രഹ്മോപദേശം വെറുതെ നൽകാമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്ങ് ആ ധൈര്യത്തോടു കൂടി മുന്നോട്ട് വന്നല്ലോ.
അപ്പം ഞാൻ എന്താണ് എൻ്റെ സന്തോഷം അങ്ങേക്ക് പ്രകടമാക്കാനായിട്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് ആ ഗിഫ്റ്റ്? 1000 പശുക്കളെ ഞാൻ അങ്ങേക്ക് നൽകാം എന്ന് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്, പൊതുവെ എല്ലാവരും കാശി രാജാവായ എൻ്റെ അടുത്ത് വന്ന് ബ്രഹ്മോപദേശം നൽകാമെന്നോ അല്ലെങ്കിൽ വിദ്വത്സഭയ്ക്കായിട്ടൊന്നും ആരും വരാറില്ല. പൊതുവെ എല്ലാവരും എങ്ങടാ പോകുന്നത്? ജനക മഹാരാജാവിൻ്റെ സഭയിൽ. അവിടെയാണ് മഹാവിദ്വത്സഭകൾ നിത്യവും നടക്കുകയാണ്. പല പല രാജ്യത്തു നിന്നും പണ്ഡിതന്മാർ, വിദ്യാർത്ഥികൾ, പല രാജ്യത്തിൻ്റെയും ഗുരുക്കന്മാർ അല്ലേ, ഓരോ രാജ്യത്തിനും രാജഗുരു ഉണ്ടായിരിക്കും, ഇത്യാദി ഇത്യാദി ശ്രേഷ്ഠന്മാർ ഒക്കെ വന്ന് പണ്ഡിത സഭ നടത്തുന്നത് ജനകസഭയിലാണ്. അപ്പം അങ്ങ് ഇതൊക്കെ അറിയാം, കാരണം ഇതൊക്കെ നാട്ടിപ്പാട്ടാണ്. ജനക മഹാരാജാവാണ് യുദ്ധസമയിൽ കേമൻ. അദ്ദേഹത്തിന് രാജ്യകാര്യങ്ങളിലേക്കാളും താല്പര്യം എന്താണ്? ബ്രഹ്മസംവാദത്തിനാണ്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു? ഇതൊക്കെ അറിയാഞ്ഞിട്ടും ബാലാകി അങ്ങോട്ട് പോയില്ലല്ലോ, എന്നെ തിരക്കി ഇങ്ങോട്ട് വന്നല്ലോ അല്ലേ. അതുകൊണ്ട് എന്താണ്, എൻ്റെ സന്തോഷ ഉപഹാരമായിട്ട് ഞാൻ അങ്ങക്ക് സഹസ്രം പശുഹു ഏതാസ്യം വാജിദഗ്മ ഞാൻ അങ്ങക്ക് നൽകാം എന്ന് പറയുകയാണ്. അതാണ് ജനകോ ജനഹ ഇതി വൈ ജനാധാവന്തി ഇതി. അപ്പം ആ ജനക മഹാരാജാവ് ഇങ്ങനെയൊക്കെയാണ്. 1000 പശുക്കളെ ആര് വിദ്വത്സഭയിൽ ജയിച്ചാലും തോറ്റാലും പങ്കെടുക്കുന്നവർക്ക് ഇത്രയും കൊടുക്കുകയാണ്. മഹാദാനശീലനാണ്. നമ്മളിനി ജനകൻ്റെ കഥയിലേക്ക് എത്തുമ്പോൾ വിസ്തരിച്ച് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി പഠിക്കാം. ജനക മഹാരാജാവ് മഹാദാനശീലനാണ്. പിന്നെ ആരാണോ വിദ്വത്സഭയിൽ വിജയിക്കുന്നത് അവർക്ക് വരുന്നവർക്ക് പോലും 1000 പശുക്കളെ നൽകും. പിന്നെ വിജയിച്ച് വരുന്നവർക്ക് പശുക്കളുടെ എണ്ണം കൂടും, പിന്നെ മറ്റു ഉപഹാരങ്ങളുടെ എണ്ണവും കൂടി വരും. അങ്ങനെ മഹാദാനശീലനാണ് എന്നാണ് പൊതുജന അഭിപ്രായം. എന്നിട്ട് അങ്ങ് ഇവിടെ വന്നല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെയും അങ്ങക്ക് ഇത് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഒന്നാമത്തെ മന്ത്രം അല്ല. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. നമുക്കിനി രണ്ടാം മന്ത്രത്തിലേക്ക് പോകാം. കുറേ പേർക്ക് സംശയമുണ്ട്, ഗുരുനാഥൻ അജാതശത്രു എന്ന് ഇന്നലെ പറഞ്ഞല്ലോ, ശിഷ്യൻ ബാലാകി എന്ന് പറഞ്ഞല്ലോ. അത് നമുക്ക് ഇനിയുള്ള മന്ത്രങ്ങളിൽ എത്തുമ്പോൾ മനസ്സിലാക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. കാരണം ഒന്നാമത്തെ മന്ത്രത്തിൽ ഗുരുവായി ബ്രഹ്മോപദേശം നൽകാമെന്ന് പറയുന്നത് ബാലാകിയാണല്ലോ. പക്ഷെ നേരെ തിരിഞ്ഞു വരും, ഗുരു ശിഷ്യനാകും, ശിഷ്യൻ ഗുരുവായി മാറും. അത് നമുക്ക് രണ്ടാം മന്ത്രം മുതൽ അത് കാണാം. എല്ലാവരും മന്ത്രം എടുക്കുക. സഹോവാച ഗാർഹ്യഃ. യഹ എന്നാണ് കേട്ടോ, യായുടെ അവിടെ ഒരു വിസർഗം ഇടുക. യഹ ഏവാഹ സഹ വാ. നിങ്ങൾ എഴുതിക്കോളൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് യഹ ഏവാഹ സഹ വാ ആദിത്യേ പുരുഷ ഏതം ഏവ അഹം. യഹ വാ സഹ വാ ബിലീവ്ഡ് ഹിയർ. യഹ സഹ ആദിത്യ ടു ആദിത്യ ഐറ്റം മേ. അയ്യോ സോറി കേട്ടോ, ഇതെന്തോ ടൈപ്പ് ചെയ്ത് വരുന്നു, ക്ഷമിക്കുക. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സഹോവാച ഗാർഹ്യഃ യഹ ഏവാഹ സഹ വാ ആദിത്യേ പുരുഷഃ അവിടെയും വിസർഗമുണ്ട് കേട്ടോ, പുരുഷഃ. ഏതം ഏവ അഹം ബ്രഹ്മ ഉപാസ ഇതി. ഏതം ഏവ അഹം ബ്രഹ്മ ഉപാസ ഇതി. അവിടെ ഫുൾ സ്റ്റോപ്പ്, വിരാമം. അവിടെ ആ മന്ത്രത്തിൻ്റെ ആ ഒരു ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗം അവിടെയാണ്. ഇതി എന്ന് അവിടെ അവസാനിക്കുകയാണ്, ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചു.
ഇനി അടുത്തത് സ ഉവാച അജാതശത്രു. അവിടെയും സഹയാണ് കേട്ടോ, അവിടെയും വിസർഗമുണ്ട്. സഹ ഉവാച അജാതശത്രു. എന്തിനാണ് വിസർഗം, എവിടെയാണെന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ പാണിനി സൂത്രം, വ്യാകരണമൊക്കെ ഒരുപാട് പഠിക്കണം. അതുകൊണ്ട് അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നിങ്ങൾ ജസ്റ്റ് വിസർഗം ഇട്ട് പോയാൽ മതി. കാരണം എന്തുകൊണ്ട് വന്നു, എന്താണ് അവിടെ കാരണം, അത് പഠിക്കണേ. നമ്മൾ വ്യാകരണം ഒരുപാട് പഠിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് സാധ്യമല്ലാത്തത് കൊണ്ട് ജസ്റ്റ് പറയുന്നിടത്തൊക്കെ വിസർഗം ഇട്ട് പോകുക. കാര്യകാരണങ്ങൾ എപ്പോഴേലും പഠിക്കാൻ സാധിക്കട്ടെ. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക. തെറ്റ് പറയേണ്ട കാര്യമില്ല, കളവ് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ അത് ഇട്ടിട്ട് പോവുക, അത്രയേ ഉള്ളൂ. കാരണം എപ്പോഴേലും ഭഗവാൻ പാണിനി മഹർഷി അനുഗ്രഹിക്കട്ടെ വ്യാകരണം പഠിക്കാൻ. ഓക്കെ. സഹ ഉവാച അജാതശത്രു മാ ഏതസ്മിൻ. മാ ഏതസ്മിൻ. മാ ദീർഘമുണ്ട്. മാ എന്ന് വെച്ചാൽ ന, ഇല്ല എന്നുള്ള അർത്ഥമാണ് ഇവിടെ. മാ ദീർഘം. മാ ഏതസ്മിൻ സംവദിഷ്ടാഹ. സംവദിഷ്ടാഹ കോമ അധിഷ്ഠാഹ കോമ അധിഷ്ഠാഹ കഴിഞ്ഞ് കോമ. ഒരു കാര്യം പറഞ്ഞ് അടുത്ത പോയിന്റ് പറയുകയാണ്. അധിഷ്ഠാഹ. സർവേഷാം ഭൂതാനാം മൂർധ. രാജ ഇതി. അവിടെ ഫുൾ സ്റ്റോപ്പാണ്. രാജ ഇതി വിരാമം, അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക. അടുത്തത് വാ അഹം ഏതാം ഉപാസ ഇതി. അവിടെയും ഫുൾ സ്റ്റോപ്പ്. വാ അഹം ഏതാം ഉപാസ ഇതി. അടുത്തത് സഹ. അടുത്ത വാക്കും സഹ. യഹ ഏതം ഏവം ഉപാസ്തേ അധിഷ്ഠാഹ. സഹ യഹ ഏതം ഏവം ഉപാസ്തേ അധിഷ്ഠാഹ. അധിഷ്ഠാഹ കോമ സർവേഷാം ഭൂതാനാം മൂർധ രാജാ ഭവതി. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കണേ. സഹോവാച ഗാർഹ്യഃ യഹ ഏവാഹ സഹ വ ആദിത്യേ പുരുഷഃ ഏതം ഏവ അഹം ബ്രഹ്മ ഉപാസ ഇതി. സഹ ഉവാച അജാതശത്രുഃ മാ ഏതസ്മിൻ സംവദിഷ്ടാഹ അധിഷ്ഠാഹ സർവേഷാം ഭൂതാനാം മൂർധ രാജാ ഇതി. രാജാ ദീർഘമുണ്ട്. രാജാ. വാ അഹം ഏതാം ഉപാസ ഇതി. സഹ യഹ ഏതം ഏവം ഉപാസ്തേ അധിഷ്ഠാഹ സർവേഷാം ഭൂതാനാം മൂർധ രാജാ ഭവതി. ഇത് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ഇനിയുള്ള നമ്മൾ എല്ലാ മന്ത്രം പഠിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ബുക്കിൽ എഴുതണം കേട്ടോ. എപ്പോഴേലും സമയം കിട്ടുമ്പോൾ മന്ത്രങ്ങൾ മാത്രമായിട്ട്. അപ്പോൾ ഇതുപോലെ അന്വയിച്ച് പദം ഛേദിച്ച് എഴുതി വെക്കണം. അപ്പോൾ എന്താണ്, വായിക്കാൻ എളുപ്പമാണ്. അല്ല, ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്, എങ്കിലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. സഹോവാച ഗാർഹ്യഃ യഹ ഏവാഹ സഹ വ ആദിത്യേ പുരുഷഃ ഏതം ഏവ അഹം ബ്രഹ്മ ഉപാസ ഇതി. സഹ ഉവാച അജാതശത്രുഃ
മാ ഏതസ്മിൻ സംവദിഷ്ടാഃ അദിഷ്ടാഃ സർവേഷാം ഭൂതാനാം മൂർധ രാജാ ഇതി വാ അഹമേതാം ഉപാസയിതി സഹ യഹ ഏതം ഏവം ഉപാസ്തേ അധിഷ്ഠാഃ സർവേഷാം ഭൂതാനാം മൂർധ രാജാ ഭവതി. ഒന്നുകൂടെ ചൊല്ലാം, കൂടെ ചൊല്ലണേ. സഹോവാച ഗാർഹ്യഃ യഹ ഏവാഹ സഹ വാ ആദിത്യേ പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസയിതി സഹ ഉവാച അജാതശത്രുഃ മാ ഏതസ്മിൻ സംവദിഷ്ടാഃ അദിഷ്ടാഃ സർവേഷാം ഭൂതാനാം മൂർധ രാജാ ഇതി വാ അഹം ഏതാം ഉപാസയിതി സഹ യഹ ഏതം ഏവ ഉപാസ്തേ അധിഷ്ഠാഃ സർവേഷാം ഭൂതാനാം മൂർധ രാജാ ഭവതി. ഇവിടെ ഇവർ തമ്മിലുള്ള സംവാദം തുടരുകയാണ്. അപ്പം മനസ്സിൽ ആ ഭാവന ഉണ്ടായിരിക്കണം, ആഖ്യായിക ഉണ്ടായിരിക്കണം. അജാതശത്രു എന്ന രാജാവ്, കാശി രാജ്യ രാജാവ്, അദ്ദേഹത്തിൻ്റെ രാജ്യസഭ അവിടെ ബാലാകി വന്ന് നിൽക്കുന്ന ആ ഒരു സന്ദർഭം. ഇനി ഇവർ തമ്മിലുള്ള സംവാദം തുടരുകയാണ്. അപ്പോൾ ഈ 1000 പശുക്കളെ കിട്ടുമെന്നൊക്കെ കേട്ടപ്പം വളരെ സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ വികസിച്ചു. എനിക്ക് പഠിച്ചിറങ്ങിയതേ ഉള്ളൂ, അപ്പോൾ ഞാൻ വലിയ സമ്പന്നനാകാൻ പോവുകയാണ്, ശ്രേഷ്ഠനാകാൻ പോവുകയാണ്, പ്രസിദ്ധനാകാൻ പോവുകയാണ് ഇത്യാദി ഭാവങ്ങളോടുകൂടി നിൽക്കുന്ന ബാലാകിയെ മനസ്സിൽ ഭാവന ചെയ്യണം, ചിന്തിക്കണം. ആ കുട്ടിയുടെ ചിത്രം. ഇവർ തമ്മിലുള്ള സംവാദം തുടരുകയാണ്. സഹോവാച ഗാർഹ്യഃ, ഗാർഹ്യൻ അല്ലെങ്കിൽ ബാലാകി എന്താണ്? സഹ ഉവാച, അവൻ. ഹ ഉവാച, ഹ എന്നുള്ളിടത്ത് ഇവിടെ ആരാണ്? അജാതശത്രു. അജാതശത്രുവിനോടായിക്കൊണ്ട് ഉവാച പറഞ്ഞു, അല്ലേ? സഹോവാച ഗാർഹ്യ എന്ന് വെച്ചാൽ എന്താണ്? ഗാർഗ്യൻ അല്ലെങ്കിൽ ബാലാകി അജാതശത്രുവിനോടായിക്കൊണ്ട് പറഞ്ഞു. ബ്രഹ്മോപദേശം ഞാൻ പറയാൻ പോവുകയാണ്. എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവിടെ പറയാൻ പോകുന്ന കാര്യം ബ്രഹ്മോപദേശം നൽകാമെന്നാണല്ലോ. അപ്പോൾ ഞാൻ ബ്രഹ്മോപദേശം തരാൻ പോവുകയാണ്, അങ്ങ് കേട്ടോളൂ. അല്ലേ? ഇവർ തമ്മിലുള്ള വലിയ നീണ്ട ഡയലോഗൊക്കെ യാജ്ഞവൽക്യ മഹർഷി ചുരുക്കി ചുരുക്കി പറയുകയാണ്. നമ്മൾ ബാക്കിയൊക്കെ അധ്യാഹാരം ചെയ്തോണം, കൂട്ടിച്ചേർത്തോണം. ഇവർ സംവദിക്കുന്ന ആ സഭാമണ്ഡപം. അപ്പം എന്താണ് പറയാൻ പോകുന്നത്? യഹ ഏവാഹ സഹ വാ ആദിത്യേ പുരുഷഃ. അതായത് ഇവിടെ പുരുഷൻ എന്ന് വെച്ചാൽ ബ്രഹ്മ. അതായത് ബ്രഹ്മോപദേശം നൽകാമെന്നാണല്ലോ പറഞ്ഞത്, ബ്രഹ്മബ്രവാണി എന്നാണല്ലോ പറഞ്ഞത്. ആ ബ്രഹ്മൻ, ആ പുരുഷൻ ആരാണ്? ആദിത്യനാകുന്നു. അതാണ് സഹവാ. യഹവാ സഹ എന്ന് വെച്ചാൽ അങ്ങ് കാണുന്നില്ലേ, അങ്ങയുടെ കണ്ണുകൊണ്ട് സൂര്യനെ കാണുന്നില്ലേ, സൂര്യദേവതയെ കാണുന്നില്ലേ, കണ്ടനുഭവിക്കുന്നില്ലേ, സൂര്യദേവൻ്റെ പ്രകാശം കാണുന്നില്ലേ, അല്ലേ? പ്രകാശകിരണങ്ങളെ അങ്ങ് അനുഭവിക്കുന്നില്ലേ, പ്രകാശം കൊണ്ട് ഭൂമി കാണുന്നില്ലേ, ഭൂമിയെ അനുഭവിക്കുന്നില്ലേ, അല്ലേ? കണ്ണുകൊണ്ട് കണ്ട് അനുഭവിക്കുവാണല്ലോ. എങ്ങനെ കണ്ടുകൊണ്ട് കണ്ട് അനുഭവിക്കാൻ സാധിക്കുന്നു? സൂര്യനുള്ളത് കൊണ്ട്. അതുകൊണ്ട് സൂര്യനാണ് ബ്രഹ്മൻ. സൂര്യൻ എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ആകാശത്ത് എന്ന് വെച്ചാൽ നീലാകാശത്ത് കാണുന്ന സൂര്യദേവത. ആ സൂര്യദേവതയാകുന്നു ബ്രഹ്മൻ. ഉപദേശമാണ്, പ്രഥമ ഉപദേശം നൽകുകയാണ്. അതാണ് യഹ യവാഹ സഹ വാ ആദിത്യേ പുരുഷഃ. അതായത് അങ്ങ് കണ്ണുകൊണ്ട് കണ്ടനുഭവിക്കുന്ന ഈ ആദിത്യനില്ലേ, ആ ആദിത്യനാകുന്നു. അതാണ് ആദിത്യേ എന്ന് വെച്ചാൽ. ആ ആദിത്യനില്ലേ, ആ ആദിത്യനാകുന്നു എന്താണ്? പുരുഷൻ, അല്ല, അതായത് ബ്രഹ്മൻ. അതാണ് എൻ്റെ
പ്രഥമ ഉപദേശം. ആ ആദിത്യനെയാണ് അങ്ങ് ബ്രഹ്മനായി കണ്ട് ബ്രഹ്മോപദേശത്തോടുകൂടി അങ്ങ് അനുഭവിക്കേണ്ടത്. ബ്രഹ്മജ്ഞാനം നേടേണ്ടത് ആദിത്യനെ ബ്രഹ്മനായി കണ്ടുകൊണ്ടാണ്. ആദിത്യൻ എന്ന് വെച്ചാൽ സൂര്യദേവത, സൂര്യദേവതയാകുന്നു. എന്നിട്ട് പറയുകയാണ്, അപ്പോൾ എങ്ങനെ ബ്രഹ്മനായ അങ്ങയ്ക്ക് സൂര്യനെ അനുഭവിക്കാൻ സാധിക്കും? അല്ലെ ആദിത്യനെ കാണുമ്പോൾ എങ്ങനെ ബ്രഹ്മോപദേശം കിട്ടും? അത് പറയുകയാണ്, ഏതം ഏവ അഹം ബ്രഹ്മ ഉപാസയിതി. ഏതം ഏവ അഹം, ആ സൂര്യനെ അല്ലെ ആദിത്യനെ എന്ത് ചെയ്യണം? ബ്രഹ്മനെന്ന് അങ്ങ് ഉപാസിക്കണം. അതായത് ഇത്രയേ ഉള്ളൂ. ആകാശത്തേക്ക് നോക്കുക, സൂര്യനെ കാണുക, സൂര്യനാകുന്നു ബ്രഹ്മൻ, സൂര്യൻ ബ്രഹ്മൻ, സൂര്യനാകുന്നു ബ്രഹ്മൻ, സൂര്യനാകുന്നു ബ്രഹ്മൻ എന്ന് നിരന്തരം ഉപാസിക്കണം. ഉപാസന എന്താണ്? ചിന്തനം അല്ലേ? നിരന്തരം ആദിത്യനെ കാണുമ്പോഴൊക്കെ ആദിത്യൻ ഇസിക്വൽ ടു ബ്രഹ്മൻ, ആദിത്യനാണ് ബ്രഹ്മൻ, വേറൊന്നും ബ്രഹ്മനല്ല, ആദിത്യനാണ് ബ്രഹ്മൻ, ആദിത്യനാണ് ബ്രഹ്മൻ എന്ന് അങ്ങ് നിരന്തരം ഉപാസിച്ചാൽ ബ്രഹ്മജ്ഞാനം കിട്ടും. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ ഉപാസന ചെയ്ത് 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 അങ്ങ് ബ്രഹ്മജ്ഞാനിയായി മാറും. അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഇത് കേട്ട ഉടനെ എന്താണ്? സഹ, അടുത്ത വാക്ക് സഹ ഉവാച അജാതശത്രു. അപ്പം ഇത് കേട്ടപ്പോഴേ അജാതശത്രു എന്താണ് പറയുന്നത്? ഗാർഗ്യനോടായിക്കൊണ്ട് സഹ ഉവാച അജാതശത്രു. അജാതശത്രു കാശി രാജാവ് എന്ത് ചെയ്യുന്നു? ആദിത്യനോട് അല്ല ബാലാകിയോടായിക്കൊണ്ട് പറയുകയാണ്. അതാണ് സഹ ഉവാച അജാതശത്രു എന്ന് വെച്ചാൽ അജാതശത്രു ബാലാകിയോടായി പറയുന്നു. ഇത് കേട്ടല്ലോ. അത് കേട്ടതിന് ശേഷം പറയുന്നു, അടുത്ത ഡയലോഗാണ് വളരെ രസകരം. മാ ഏതസ്മിൻ സംവദിഷ്ടാഹ. മാ ഏതസ്മിൻ, അതായത് മാ എന്ന് വെച്ചാൽ നഹ, ഇല്ല, ഏതസ്മിൻ, ഇതിനെയൊന്നും ഞാൻ ഉപാസിക്കില്ലെന്ന് അജാതശത്രു ഒറ്റ വാക്കിൽ പറയുകയാണ്. എന്നാലോചിച്ച് നോക്കി, 1000 പശുക്കളെ വെറുതെ കൊടുത്തിട്ട് ഒരാൾ ഉപദേശം കേൾക്കാൻ നിൽക്കുമ്പോഴേ ഒറ്റ ഉപദേശത്തിൽ തന്നെ പറയുകയാണ്, അങ്ങ് പറഞ്ഞൊന്നും ഞാൻ ചെയ്യില്ല. മാ അതാണ് ദീർഘം. മകാരം വെറുതെ ഉപയോഗിച്ചാൽ മാ എന്ന് വെച്ചാൽ ഞാനെന്നാണ് അർത്ഥം. ദീർഘമകാരമാണെങ്കിൽ, അതായത് മായുടെ കൂടെ ദീർഘമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നഹ എന്നാണ്, ഇല്ല എന്നാണ് അർത്ഥം. ഇപ്പോൾ ഒരു ദീർഘം കൊണ്ട് അർത്ഥം മാറുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം അവിടെ. മാ എന്ന് വെച്ചാൽ ഇല്ല. ഏതസ്മിൻ, ഇതിനെക്കുറിച്ച്, ഏതിനെക്കുറിച്ച്? അങ്ങ് പറഞ്ഞല്ലോ, ഈ നീലാകാശത്തെ കാണുന്ന സൂര്യനാണ് ബ്രഹ്മൻ. ആ ബ്രഹ്മനെ നിരന്തരം ചിന്തിച്ച് 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 അങ്ങ് ബ്രഹ്മജ്ഞാനം നേടുമെന്ന് പറഞ്ഞല്ലോ. ഞാനതൊന്നും ചെയ്യില്ല. അപ്പോൾ എത്രമാത്രം ആത്മവിശ്വാസം ഉണ്ടെന്ന് നോക്ക്. ആരും ശത്രുവായിട്ടില്ലാത്ത ഒരാളാണ് അദ്ദേഹം. ഇത്ര ധൈര്യത്തോടു കൂടി പറയണമെങ്കിൽ അജാതശത്രു ആരായിരിക്കണം? അദ്ദേഹം ജ്ഞാനനിഷ്ഠൻ തന്നെയാണ്. അപ്പം ഈ കുട്ടിയുടെ പൊട്ടത്തരം കേട്ടിട്ട് മനസ്സിലായി, ആദിത്യൻ മാത്രമല്ല ബ്രഹ്മൻ, സർവവും ബ്രഹ്മമാണെന്ന് അറിയാവുന്ന ആൾ എങ്ങനെ ആദിത്യനിൽ മാത്രം ബ്രഹ്മനെ കാണും, അല്ലെ ഈശ്വരനെ കാണും? അപ്പം ഇത്രയും പഠിച്ചിട്ടും അല്ലെ ഗുരുകുലവാസമൊക്കെ കഴിഞ്ഞിട്ടും ഈ കുട്ടിക്ക് ഇതൊന്നും മനസ്സിലായില്ലല്ലോ. ആ ഒരു എന്താ പറയുക, പുച്ഛമെന്നോ അല്ലെങ്കിൽ ആ കുട്ടിയോടൊരു അനുകമ്പയും ഇതെല്ലാം കൂടെ ചേർന്നാണ് അജാതശത്രുവിൻ്റെ മനസ്സ്. എന്തുകൊണ്ട് പറയാൻ സാധിച്ചു? ഇതൊന്നും അല്ല ബ്രഹ്മൻ, അദ്ദേഹം ജ്ഞാനനിഷ്ഠനായതുകൊണ്ട്. അതാണ് മാ ഏതസ്മിൻ, അങ്ങ് ആദിത്യനെ ബ്രഹ്മനായി ഉപാസിച്ച് ബ്രഹ്മജ്ഞാനം നേടാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ചെയ്യില്ല. അതുകൊണ്ട് സംവദിഷ്ടാഹ, അങ്ങ് ഇതിനെക്കുറിച്ചൊന്നും എന്നോട് സംവദിക്ക വേണ്ടെന്ന്. ഈ മാ എന്നുള്ള വാക്കില്ലേ, അത് സംവദിഷ്ടാഹയുടെ കൂടെയും മുമ്പിൽ ചേർക്കണം. മാ സംവദിഷ്ടാഹ, കേട്ടോ, എഴുതിക്കോളൂ. മാ ഏതസ്മിൻ
മാ സംവദിഷ്ട, അങ്ങ് ഇതിനെക്കുറിച്ചൊന്നും എന്നോട് പറയണ്ട, അങ്ങ് എന്നതിനെക്കുറിച്ചൊന്നും സംവദിക്ക വേണ്ട. അതായത് ഈ വെറുതെ കിടന്ന് പുലമ്പണ്ടെന്ന്. മാ സംവദിഷ്ട, എന്നോട് ഇതിനെക്കുറിച്ചൊന്നും സംവാദത്തിന് വരണ്ട. അപ്പോൾ അത്ര ധൈര്യത്തോടു കൂടി പറയുകയാണ്. നമുക്ക് മനസ്സിലായി കാണും ബാലാകിയുടെ തെറ്റെന്തെന്ന്. ബാലാകി പറഞ്ഞതെന്ത്? സൂര്യൻ മാത്രമാണ് ബ്രഹ്മൻ, സൂര്യനെ ഉപാസിച്ചാൽ ബ്രഹ്മജ്ഞാനം കിട്ടുമെന്ന്. പക്ഷെ അജാതശത്രുവിന് അറിയാം സൂര്യൻ മാത്രമല്ല ബ്രഹ്മൻ, സർവവും ബ്രഹ്മമയമാണെന്നറിയാം അല്ലേ. അതുകൊണ്ടാണ് അത്ര ആത്മവിശ്വാസത്തോടുകൂടി ഇല്ല എന്ന് പറഞ്ഞത്. എന്നോട് ഇതിനെക്കുറിച്ച് സംവദിക്കാൻ വരണ്ട. എന്നിട്ട് പറയുന്നു അതിന് കാരണം, എന്തുകൊണ്ടാണ് എന്നോട് വലിയ സംവാദത്തിന് വരണ്ട എന്ന് പറയുന്നത്, അതിന് കാരണം പറയുകയാണ്. കാരണം എന്താണ്? അധിഷ്ഠാഃ സർവേഷാം ഭൂതാനാം മൂർധ രാജ ഇതി. അത് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ബ്രഹ്മലക്ഷണം പറഞ്ഞു കൊടുക്കുകയാണ്. ബ്രഹ്മലക്ഷണമാണ് ആ സെൻറ്റൻസ്, ആ വാചകം മുഴുവൻ. പരമാത്മാവിൻ്റെ ലക്ഷണം അജാതശത്രു ബാലാകിയോട് പറയുകയാണ്. ഇവിടെ മുതൽ ഇങ്ങനെ മാറുകയാണ്, മാറി മാറി വരികയാണ്. ഗുരു ശിഷ്യനായി മാറുകയാണ്. അതായത് ഇത്രയും നേരം ബാലാകിയായിരുന്നു ഗുരു, ഇവിടെ ബാലാകിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആര്? അജാതശത്രു എന്ന രാജാവ്. അങ്ങ് പറഞ്ഞ സൂര്യൻ മാത്രമല്ല ബ്രഹ്മൻ, ബ്രഹ്മൻ ആരാകുന്നു ആ ലക്ഷണം പറഞ്ഞു കൊടുക്കുകയാണ്. അധിഷ്ഠാഃ, പരമാത്മാവ് എല്ലാറ്റിനും അധിഷ്ഠാനമാണ് അല്ലേ. സൂര്യന് മാത്രമല്ല അധിഷ്ഠാനം, ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും സ്ഥാവര ജംഗമങ്ങൾക്കും സർവറ്റിനും ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ട് അതിനൊക്കെ അധിഷ്ഠാനം അല്ല. അധിഷ്ഠാനം അറിയാലോ, ബ്രഹ്മൻ്റെ പര്യായമാണ് അധിഷ്ഠാനം എന്ന് വെച്ചാൽ ആധാരം, ഉണ്മ, സത്ത് എന്നുള്ള അർത്ഥം അല്ലേ. അതാണ് അധിഷ്ഠാഃ. എന്നിട്ട് പറയുന്നു ഈ സർവേഷാം ഭൂതാനാം എന്നുള്ള വാക്കില്ലേ, അതും എല്ലാത്തിൻ്റെയും കൂടെ ചേർക്കാം. അതായത് സർവേഷാം ഭൂതാനാം അധിഷ്ഠാഃ സർവേഷാം ഭൂതാനാം മൂർധ സർവേഷാം ഭൂതാനാം രാജ ഇതി അല്ലേ. ഇതൊക്കെ അറിയാലോ, ദഹലി ദീപന്യായം. അതായത് ഇവിടെയൊക്കെ അധ്യാഹാരം ചെയ്യുക, കൂട്ടിച്ചേർക്കുക. ഒന്നുകൂടെ പറയാവേ. സർവേഷാം ഭൂതാനാം അധിഷ്ഠാഃ സർവേഷാം ഭൂതാനാം മൂർധ സർവേഷാം ഭൂതാനാം രാജ ഇതി അല്ലേ. അതായത് സൂര്യന് മാത്രമല്ല അധിഷ്ഠാനം, അല്ലെ സൂര്യൻ മാത്രമല്ല ബ്രഹ്മൻ, സർവേഷാം ഭൂതാനം എന്ന് വെച്ചാൽ എന്താ? ഈ ബ്രഹ്മാണ്ടത്തിലുള്ള സർവഭൂതങ്ങൾക്കും. ഇവിടെ ഭൂതം എന്ന് വെച്ചാൽ എന്താണ്? ജീവരാശി. ഭൂതാനാം എന്ന് പറയുമ്പോൾ ബഹുവചനം, ജീവരാശികൾക്കും അല്ലേ. അത് കോടിക്കണക്കിന്, കൗണ്ട്ലെസ് അല്ലേ. എത്ര ജീവരാശികൾ ഇഹലോകത്തുണ്ടോ മറ്റ് പല ലോകങ്ങളിലുണ്ടോ അവർക്കെല്ലാം അതാണ് ഭൂതാനാം, എല്ലാ ഭൂതങ്ങൾക്കും. അധിഷ്ഠാഃ അധിഷ്ഠാനമാകുന്നു. അടുത്ത എന്താണ്? സർവേഷാം ഭൂതാനാം മൂർധ എല്ലാറ്റിനും മൂർധ ആകുന്നു. മൂർധ എന്ന് വെച്ചാൽ കാരണഭൂതൻ എന്നർത്ഥം. എല്ലാറ്റിനും കാരണഭൂതൻ, എല്ലാവരും ഉണ്ട് അല്ലേ. എനിക്ക് കാരണഭൂതൻ, അതായത് എന്നിലുള്ള ആ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് ഞാനുള്ളത് അല്ലേ. ഇപ്പം കാരണഭൂതൻ എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് കാരണം ആരാ? എൻ്റെ മാതാപിതാക്കൾ, അവർക്ക് കാരണം അവരുടെ മാതാപിതാക്കൾ, അങ്ങനെ എങ്ങനെ പോവുകയാണ്. അപ്പം ഇതെല്ലാറ്റിനും കാരണം ആരാ? പരമാത്മാ. ആ പരമാത്മാവിനെയാണ് ഇവിടെ മൂർധ എന്ന് പറയുന്നത്. സാധാരണ മൂർധ എന്ന് വെച്ചാൽ ശിരസ്സെന്നാണ് വ്യവഹാരാർത്ഥം. നമ്മൾ പറയില്ലേ മൂർധ എന്ന് പറയും, അതല്ല ഇവിടെ അർത്ഥം. ഇവിടെ മൂർധ എന്ന് വെച്ചാൽ കാരണഭൂത അല്ലേ. സഹസ്രശീർഷ പുരുഷ, 1000 തലയോടുകൂടിയ ആ പരമാത്മാവാണ് എല്ലാറ്റിനും കാരണഭൂതനായിരിക്കുന്നത്. അതാണ് മൂർധ എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്ത വാക്ക്
സർവേഷാം ഭൂതാനാം രാജാ ഇതി. രാജ എന്ന് വെച്ചാൽ രഞ്ജനാദിതി രാജ. രാജ എന്ന വാക്കിൻ്റെ ഡെഫിനിഷനാണ്. രഞ്ജനാദിതി രാജ, എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നവൻ. ബാലായി പറയാണ് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണെന്ന്. ഇവിടെ അജാതശത്രു പറയുകയാണ് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന സൂര്യനല്ല, ആ സൂര്യനെയും പ്രകാശിപ്പിക്കുന്ന രാജാവാകുന്നു പരമാത്മാ. അല്ലേ? മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? അതായത് ആ ചൈതന്യമുള്ളത് കൊണ്ടാണ് സൂര്യദേവതയ്ക്ക് പ്രകാശിക്കാൻ സാധിക്കും. സൂര്യൻ എന്നത് ദേവതയാണ്, ചന്ദ്രൻ എന്നത് ദേവതയാണ്. ആ ദേവതകൾക്ക് അവരുടെ ധർമ്മം ചെയ്യാൻ സാധിക്കുന്നത് പരമാത്മാവ് അവയിലൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് സൂര്യൻ അല്ല ബ്രഹ്മൻ. സൂര്യനെ തൻ്റെ ധർമ്മം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ആ പരമാത്മാവ് ആകുന്നു ബ്രഹ്മൻ. അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒന്നുകൂടെ പറയാം, അങ്ങ് എന്നോട് സമ്മതിക്കാനൊന്നും വരണ്ട, കാരണം എനിക്കറിയാം ആരാണ് ബ്രഹ്മൻ എന്ന്. ആ ബ്രഹ്മൻ്റെ ലക്ഷണം പറഞ്ഞു കൊടുക്കുന്നു. സർവേഷാം ഭൂതാനാം അധിഷ്ഠാഃ, സർവേഷാം ഭൂതാനാം മൂർധ, സർവേഷാം ഭൂതാനാം രാജ ഇതി എന്ന് പറയുകയാണ്. നമുക്ക് ബാക്കി നാളെ പഠിക്കാം. നിങ്ങൾക്ക് ബ്രഡാനന്ദ സ്വാമിജിയുടെ ബുക്കുള്ളവർ ഒരു കാര്യം അണ്ടർലൈൻ ചെയ്തോളൂ. സ്വാമിജി വളരെ മനോഹരമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് പേജ് 121 കുറിപ്പ് കണ്ടോ? കുറിപ്പ് അവിടെ അവസാനം അതൊന്ന് മാർക്ക് ചെയ്തോളൂ. ബ്രഹ്മത്തെ തെറ്റിദ്ധരിച്ചിട്ടുള്ളവനും, അടുത്ത 122 പേജിലേക്ക് പോവുകയാണ്. അവസാനത്തെ വരി 121 പേജിലെ അവസാനത്തെ വരി, ബ്രഹ്മത്തെ തെറ്റിദ്ധരിച്ചിട്ടുള്ളവനും ഗർവിഷ്ഠനുമായ ഗാർഹ്യൻ്റെ അഹംഭാവം നശിപ്പിച്ച് ശരിയായ ബ്രഹ്മത്തെ ഉപദേശിക്കുകയാണ് അജാതശത്രുവിൻ്റെ ഉദ്ദേശം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോളൂ. ഒന്നുകൂടെ പറയാം, ബ്രഹ്മത്തെ തെറ്റിദ്ധരിച്ചിട്ടുള്ളവനും ഗർവിഷ്ഠനുമായ ഗാർഹ്യൻ്റെ അഹംഭാവത്തെ നശിപ്പിച്ച് ശരിയായ ബ്രഹ്മത്തെ ഉപദേശിക്കുകയാണ് അജാതശത്രുവിൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഇവിടെ ബ്രഹ്മലക്ഷണം. കാരണം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഗാർഗ്യൻ അല്ലെ ബാലാഗി. എന്ത് തെറ്റിദ്ധരിച്ചു? സൂര്യൻ മാത്രമാണ് ബ്രഹ്മൻ. അതിവിടെ മാറ്റിക്കൊടുക്കുകയാണ്. സൂര്യൻ മാത്രമല്ല ബ്രഹ്മൻ, സർവവും ബ്രഹ്മനാണ്, പരമാത്മാവാകുന്നു. അതാണ് അങ്ങനെയാണ് അജാതശത്രു ഗുരുവായി മാറുന്നത്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് അതൊന്ന് അണ്ടർലൈൻ ചെയ്തോളൂ ആ വാക്കുകൾ. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്തോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം.